ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു വിന്നേഴ്സ് കോച്ചിങ് സെന്റർ. എൻ്റെ പേര് അഭിഷേക് എന്നാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടു ലൈഫ്സ് പ്രോസസ് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം ഞാനായിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഓണത്തിന്റെ എക്സാം നമ്മൾ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കുറെ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. അപ്പോ എല്ലാവരും സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയും ടോപ്പിക്കിലൂടെ ഒക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല. നിങ്ങൾ എല്ലാവരും എക്സാമിന് തിരക്കിലാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ടു ലൈഫ്സ് പ്രോസസ് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോവേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആദ്യത്തെ ബയോമോളിക്യൂളുകൾ അല്ലെങ്കിൽ ജൈവ തന്മാത്രകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് മെറ്റബോളിസം. ഓക്കെ, മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻസൈംസ് ആൻഡ് ഹോർമോൺസ്, പിന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ, ഓക്കെ, അല്ലെങ്കിൽ ഹരിതകത്തിന്റെ ഘടന ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇനി ഒരു 3 പ്രോസസ്സുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പ്രധാനമായിട്ട് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെയാണ് ഓസ്മോസിസ്, രണ്ടാമത്തെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് മൂന്നാമത്തെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 പ്രോസസ്സുകളാണ്. അത് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ്. എന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. സോ ഈ വർഷം നമ്മുടെ സിലബസ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാറ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ പ്രൊഡ്യൂസ്ഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വാസ് ഡാഷ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണെന്നായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഇത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഈ കോളൈ അല്ലെങ്കിൽ എക്സ്ക്രീഷ്യ കോളൈ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഐഡന്റിഫൈ ദ ഓഡ് വൺ, റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. നമുക്ക് ഇവിടെ കുറച്ച് ബയോമോളിക്യൂൾസിന്റെ പേരുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? സൂക്രോസ്, സ്റ്റാർച്ച്, എൻസൈംസ്, സെല്ലുലോസ്. ഓക്കെ, സൂക്രോസ്, സ്റ്റാർച്ച്, എൻസൈം, സെല്ലുലോസ്. ഇതില് ഒറ്റപ്പെട്ടത് ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, എൻസൈംസ് ആണ് അതിൽ ഒറ്റപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു ബയോമോളിക്യൂൾ ആണ്. എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ബയോമോളിക്യൂൾ ആണ്. അപ്പോൾ ആ ബയോമോളിക്യൂളിന്റെ ഒരു കൊച്ചു ടേബിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എന്റെ മക്കൾ എല്ലാവരും പഠിക്കണം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഈസ് read the statement and answer the questions. Molecules are formed by the combination of the elements such as carbon, hydrogen, oxygen, nitrogen, phosphorus and calcium are necessary for the structure of the cell and for the various chemical reactions that take place in it. ഒരുപാട് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന്റെ എ എന്ന് പറയുന്നത് നെയിം ദ മോളിക്യൂൾസ് മെൻഷൻ ഇൻ ദി സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മെൻഷൻ ചെയ്ത മോളിക്യൂൾസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഓക്കെ, ബി ക്വസ്റ്റ്യൻ റൈറ്റ് എ ഡെഫിനിഷൻ ഫോർ സച്ച് മോളിക്യൂൾസ്. ഈ ഒരു മോളിക്യൂൾസിന് ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം കൊടുക്കാനായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സച്ച് മോളിക്യൂൾസ്. ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഏതാണെന്നാണ് നമുക്ക് എടുത്ത് നോക്കാനുള്ളത്. അപ്പൊ അതിന്റെ മലയാളം ഭാഗം കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് പോകാം. ഓക്കെ, പ്രസ്താവന വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം തുടങ്ങിയ മൂലകങ്ങളുടെ കൂടിച്ചേരലിലൂടെ രൂപപ്പെട്ടിട്ടുള്ള തന്മാത്രകൾ കോശത്തിന്റെ ഘടനയ്ക്കും അതിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ്. ഈ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്തരം തന്മാത്രകൾക്ക് പ്രയോഗിക്കാവുന്ന ഒരു നിർവചനം, ഒരു കറക്റ്റ് ഡെഫിനേഷൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ, ഇത്തരം തന്മാത്രകളുടെ വിവിധ ഭാഗങ്ങൾ ഏതെല്ലാം? നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണ്, നമ്മുടെ ബയോമോളിക്യൂൾസ് ആണ് അല്ലെങ്കിൽ ജൈവ തന്മാത്രകളാണ്. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ നിർവചനം നമുക്ക് എങ്ങനെ പറയാം? ബയോമോളിക്യൂൾസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ.
കോശഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ബയോമോളിക്യൂളുകൾ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാടധികം പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് 2 ലൈഫ്സ് പ്രോസസ് എന്നാണ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കുറച്ചധികം മോളിക്യൂളുകൾ വേണം, കുറച്ചധികം തന്മാത്രകൾ വേണം. നമ്മുടെ കോശം തന്നെ നിർമ്മിക്കുന്നതായതുകൊണ്ട് അതിനെ നമ്മൾ ബയോമോളിക്യൂളുകൾ എന്ന് പറയും. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയാനുള്ളത് കോശഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ഇത് നമ്മുടെ ബയോമോളിക്യൂളുകൾ. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിക്കുക. ബയോമോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, make the suitable pairs using the items given in the box according to the model. നമുക്ക് ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. സെല്ലുലോസ് എന്ന് പറഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇതിന് താഴെ തന്നിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഒന്ന് മോഡൽ ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മളുടെ അടുത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ലിപ്പിഡ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, സെല്ലുലോസ്, RNA, ഓയിൽസ്, എൻസൈം ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. ഇത് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ പെയർ ചെയ്യാം എന്നാണ് നോക്കാനുള്ളത്. ആദ്യത്തെ ഓയിൽസ് എന്ന് പറയുന്നത് ലിപ്പിഡ് എന്ന് പറയുന്ന ഒരു ബയോമോളിക്യൂൾ ആണ്. എൻസൈംസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു ബയോമോളിക്യൂൾ ആണ് എൻസൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാർച്ച് വരുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ അണ്ടറിലാണ്. RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? അതൊരു ന്യൂക്ലിക് ആസിഡ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, എണ്ണകൾ ലിപ്പിഡ്, എൻസൈമുകൾ പ്രോട്ടീൻ, സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ്, സെല്ലുലോസ്, അല്ലാന്നുണ്ടെങ്കിൽ RNA ന്യൂക്ലിക് ആസിഡ്. ഇങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു സിലബസ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഈ വൺ വേർഡ് ഒക്കെ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് ആൻസർ ചെയ്യാനൊക്കെ പറയും. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും വായിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, DNA ആൻഡ് RNA ബിലോങ് ടു വിച്ച് ക്ലാസ് ഓഫ് ദ ബയോമോളിക്യൂൾ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബയോമോളിക്യൂൾ ഏത് ബയോമോളിക്യൂളിലാണ്? നമുക്കൊരു നാലോളം ബയോമോളിക്യൂൾ ഇവിടെ തന്നിട്ടുണ്ട്, ജൈവ തന്മാത്രകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ ഇതിൽ ഏതിലാണ് നമ്മുടെ DNAയും RNAയും വരിക? വെരി സിമ്പിൾ, ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡുകളാണ് ആര്? നമ്മുടെ DNAയും RNAയും. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേബിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 9 ഈ ഒരു പേജ് നമ്പറിൽ നമുക്ക് ഇത്രയധികം ബയോമോളിക്യൂളുകൾ കാണാം. ഏതൊക്കെ തരം ബയോമോളിക്യൂളുകളാണ് ഈ ബയോമോളിക്യൂൾ? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റുകളാണ്. ലിപ്പിഡ് വരുന്നത് വെരി സിമ്പിൾ എന്നാണ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഓക്കെ, അടുത്തത് പ്രോട്ടീൻ, മാംസ്യം എന്നതിൽ വരുന്നതാണ് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് ആന്റിബോഡീസ്. ഓക്കെ, എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് ആന്റിബോഡീസ് ഒക്കെ എന്താണ്? ഒരു തരം പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ബയോമോളിക്യൂൾ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ന്യൂക്ലിക് ആസിഡ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ DNAയും RNAയും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ ബയോമോളിക്യൂൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതിന്റെ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള മെറ്റാബോളിസത്തിലേക്ക് പോവാം. ഓക്കെ, മെറ്റാബോളിസം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഒരുപാടധികം റിയാക്ഷൻസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോ ആ റിയാക്ഷൻസിനെ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? മെറ്റാബോളിസം. മെറ്റാബോളിസത്തിലെ രണ്ട് കാര്യങ്ങളാണുള്ളത്, രണ്ട് പ്രോസസ്സുകളാണുള്ളത്. ആദ്യത്തെയാണ് അനാബോളിസം. ഓക്കെ, അനാബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ആരെയാണ് ഓർമ്മ വരിക? നമുക്ക് എല്ലാവരെയും ആനേനെയാണ് ഓർമ്മ വരിക. ഓക്കെ, അപ്പൊ ആനേനെ ആലോചിച്ചാൽ മതി. അനാബോളിസം എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആനേനെ ആലോചിച്ചാൽ മതി. ആന എന്ന് പറയുന്നത് വലിയൊരു ജീവിയാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ വലിയൊരു മോളിക്യൂൾ ഉണ്ടാവുന്നതാണ് എന്ത്? നമ്മുടെ അനാബോളിസം എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്നാൽ കാറ്റാബോളിസം, ഓക്കെ, അനാബോളിസത്തിന്റെ എക്സാമ്പിൾ കൂടി പറയാം. ചെറിയ ചെറിയ അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ട് വലിയൊരു മോളിക്യൂൾ ഉണ്ടാവുന്നു, വലിയൊരു ആന ഉണ്ടാവുന്നു, വലിയൊരു പ്രോട്ടീൻ ഉണ്ടാവുന്നു. അതാണ് എന്ത്? നമ്മുടെ അനാബോളിസം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമ്മുടെ അടുത്ത മെറ്റാബോളിക് ആക്ടിവിറ്റി ആയിട്ടുള്ള കാറ്റാബോളിസം.
കാറ്റാബോളിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? ഓക്കെ, കാറ്റിനെയാണ്, പൂച്ചേനെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ പൂച്ചേനെ ഓർത്താൽ മതി. ഓക്കെ, പൂച്ച എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ചെറിയ ഒരു ജീവിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നതാണ് എന്ത്? നമ്മുടെ കാറ്റാബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോട്ടീൻ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡുകളായി മാറുന്നതാണ് എന്ത്? ഈ ഒരു കാറ്റാബോളിസം. ഇപ്പൊ ബേസിക്കലി ഈ അനാബോളിസം എന്ന് പറയുന്നത് ചെറുത് കൂടി ചേർന്നിട്ട് വലിയത് ഉണ്ടാവുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. എന്തൊക്കെയോ നിർമ്മിച്ച് വലിയൊരു മോളിക്യൂൾ ഉണ്ടാവുന്നതാണ് എന്ത്? അമിനോ ആസിഡുകൾ പ്രോട്ടീനായി മാറുന്നത്, അല്ലെങ്കിൽ അനാബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാറ്റാബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പ്രോട്ടീനൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് ചെറിയ അമിനോ ആസിഡുകളായി മാറുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പ്രോസസ് ആണ് എന്ത്? നമ്മുടെ കാറ്റാബോളിസം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അനാബോളിസം ആൻഡ് കാറ്റാബോളിസം. ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ ഒരു പ്രവർത്തനം എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, എന്താണ്? കാറ്റാബോളിസം. പ്രവർത്തനം വൈ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, അനാബോളിസം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ കോമൺ നെയിം ഫോർ ഈച്ച് ഓഫ് ദീസ് പ്രോസസ്? ഈ രണ്ട് പ്രോസസ്സിനും, അനാബോളിസത്തിനും കാറ്റാബോളിസത്തിനും നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് ഇപ്പൊ തന്നെ പഠിച്ചുള്ളൂ, എന്താണ്? അനാബോളിസം. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദീസ് ഈസ് കൺസ്ട്രക്ഷൻ പ്രോസസ്? കൺസ്ട്രക്റ്റീവ് പ്രോസസ് എന്താണ്? അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് എന്താണ്? നമുക്കറിയാം, അനാബോളിസം ആണ്. ചെറുത് കൂട്ടി വെച്ചിട്ട് വലിയൊരു മോളിക്യൂൾ ബിൽഡ് ചെയ്യുന്നതാണ്, കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോസസ് ഏതാണ്? നമ്മുടെ അനാബോളിസം ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ പ്രോസസ് എക്സ്. എക്സിനെ നമുക്കൊരു എക്സാമ്പിൾ കൂടിയാണ് പറയാനുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള കാറ്റാബോളിസത്തിന് ഈ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡായി മാറുന്നത് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സ് പറയാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മെറ്റാബോളിസം ആണ്. ആക്ടിവിറ്റി വൈ എന്ന് പറയുന്നതാണ് എന്ത്? അനാബോളിസം. അല്ലെങ്കിൽ അനാബോളിസം ആണ് കൺസ്ട്രക്റ്റീവ് പ്രോസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് തേർഡ്, പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നു. പ്രോട്ടീൻ ഈസ് ബ്രേക്ക് ഡൗൺ ഇൻടു അമിനോ ആസിഡ്സ്. ഇതാണ് അതിന്റെ ആൻസർ. വെരി സിമ്പിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് എഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, in animals substances take place from the external environment, pass directly through plasma membrane into cytoplasm. Evaluate the statement by relating the transport of the materials in animals. ജന്തുക്കളിൽ ഇപ്പോ ഈ പുറമെയുള്ള സബ്സ്റ്റൻസസ് എങ്ങനെയാണ് കോശത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അനലൈസ് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മളോട് തിരുത്തി എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ മലയാളം കൂടി സാർ ഒന്ന് വായിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്: ജന്തുക്കളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ പ്ലാസ്മ സ്തരത്തിലൂടെ നേരിട്ട് കോശദ്രവ്യത്തിലേക്ക് എത്തുന്നു. ഈ പ്രസ്താവനയെ ജന്തുക്കളിൽ നടക്കുന്ന പദാർത്ഥ സംവഹനവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെയാണല്ലോ, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണല്ലോ പഠിച്ചിട്ടുള്ളത്, ഞങ്ങളെ തെറ്റിക്കാനൊന്നും നോക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നാലും ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജന്തുക്കളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ പ്ലാസ്മ സ്തരത്തിലൂടെ നേരിട്ട് കോശദ്രവ്യത്തിലേക്ക് എത്തുമോ? ഇല്ല, നേരിട്ട് എത്തില്ല. എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് നമ്മുടെ ആനിമൽസിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ആനിമൽസിന്റെ ഉള്ളിലത്തെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്കാണ്, അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള ഫ്ലൂയിഡിലേക്കാണ് ആദ്യം പോവുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് പോവുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഇൻ ആനിമൽസ് സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് റീച്ച് ദ സെൽ ത്രൂ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. നമ്മുടെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ജന്തുക്കളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ കോശങ്ങൾക്കിടയിലൂടെയുള്ള ദ്രവത്തിലേക്കാണ് ആദ്യം എത്തുക. ഇനി ആ ദ്രവത്തിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് അല്ലെങ്കിൽ കോശത്തിന്റെ ഉള്ളിലേക്ക് എത്തുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പൊ നമുക്ക് സിലബസ് മാറിയ സമയത്ത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടധികം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെച്ചാൽ കേട്ടോ. ഓക്കെ, അടുത്തത് സസ്യങ്ങളിലെ പദാർത്ഥ സംവഹനം സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന കോശദ്രവ്യ പാതകളുടെ പേര് എന്ത് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്.
പിന്നെ മറ്റേതെല്ലാം മാർഗങ്ങളിലൂടെയാണ് സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം തൊട്ടടുത്ത രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോശദ്രവ്യ പാത നമ്മുടെ സെൽസിനകത്തുണ്ട്. ഇതാണ് ഒരു സെല്ല് എന്ന് വിചാരിക്കുക, ഇത് അടുത്ത സെൽ. അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു വേന നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, മലയാളത്തിലും പ്ലാസ്മോഡെസ്മേറ്റ എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, വേറെ ഏതൊക്കെ രീതിയിലൂടെയാണ് പ്ലാന്റ്സിലെ പുറമേയുള്ള സബ്സ്റ്റൻസസ് ഇസ് ഗെറ്റ് ഇൻ ടു ദ സെൽ? എങ്ങനെയൊക്കെയാണ് നമ്മുടെ പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഈ പ്ലാന്റ്സിന്റെ ശരീരത്തിന്റെ ഉള്ളിലത്തെ കോശങ്ങളിലേക്ക് എത്തുന്നത്? ഓക്കെ, ആദ്യത്തെ ത്രൂ സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ സെൽ വോളിലൂടെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. എക്സ്ട്രാ സെല്ലുലാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോശത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലൂടെ, അല്ലെങ്കിൽ ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എങ്ങനെ? പ്ലാസ്മ മെംബ്രെയിനിലൂടെ. പിന്നെ മൂന്നാമത്തെയാണ് എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ. അപ്പൊ ഈ ഒരു മൂന്ന് വഴികൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കാം. ഒന്ന് കോശഭിത്തി വഴി കോശങ്ങൾക്കിടയിലൂടെയുള്ള സ്ഥലത്തിലൂടെയും, ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെയും. മൂന്നാമത്തെയാണ് എന്ത്? നമ്മുടെ പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു 3 കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ആദ്യത്തെയാണ് നമ്മുടെ അമീബ. അമീബയുടെ കോശത്തിനുള്ളിലേക്ക് എങ്ങനെ പുറമേയുള്ള കാര്യങ്ങൾ എത്തുന്നു, അതുപോലെ തന്നെ നമ്മുടെ ആനിമൽസിൽ എങ്ങനെ എത്തുന്നു, പ്ലാന്റ്സിൽ എങ്ങനെ എത്തുന്നു, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവാ. നിങ്ങളുടെ പേജ് നമ്പർ 17 എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം പോവുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അമീബയുടെ ഒന്നും ചോദിച്ചു എന്ന് വരില്ല. ഇപ്പൊ അമീബയുടെ ആയിരിക്കില്ല ചിലപ്പോ. അമീബയുടെ പ്രത്യേകത എന്താണ്? ഏകകോശ ജീവികളാണ്. ഓക്കെ, അപ്പൊ ഏകകോശ ജീവികളിൽ എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ എങ്ങനെ നടക്കുന്നു, എങ്ങനെയാണ് പുറമേയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ കോശത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്, ഈ രീതിയിലൊക്കെ ആയിരിക്കും അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? അമീബയുടെ എഴുതണം. അതുപോലെ തന്നെ ആനിമൽസിന്റെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് എന്താണ്? ആദ്യം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്കാണ്, കോശത്തിന് പുറത്തുള്ള ഫ്ലൂയിഡിലേക്കാണ് പോവുക. അതിനുശേഷമാണ് കോശത്തിന്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ പ്ലാന്റ്സിന്റെ 3 കാര്യങ്ങളാണ്. അതും എന്റെ മക്കൾ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അനലൈസ് എക്സ് ആൻഡ് വൈ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എക്സ്, chemical molecules that regulate and coordinate the biological activities. Y, molecule that help speed up the chemical reactions in organism. ഈ എക്സ് എന്താ വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ആൻഡ് വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് ദി കെമിക്കൽ മോളിക്യൂൾ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്? ദെൻ റൈറ്റ് 2 examples ഫോർ ഈ എക്സ് ആൻഡ് വൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് വൈ എന്നിവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതായിരുന്നു. എക്സ്, ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ്. അത് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾ ഏതാണ്? ഓക്കെ, ആദ്യം നമ്മളുടെ അടുത്ത് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബി, എക്സ് സൂചിപ്പിച്ചിരിക്കുന്ന രാസതന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ് വൈ എന്നിവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം, ആൻസേഴ്സ് നോക്കാം. ഓക്കെ, നമ്മുടെ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ആണ്. ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ ഹോർമോൺസ് ആണ്. ഓക്കെ, ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുക. ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഹോർമോൺസ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളെ കൺട്രോൾ ചെയ്യാനായാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയച്ഛനുണ്ടായിരിക്കും, സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ഇവരാരൊന്നും കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യണു എന്നൊക്കെ നോക്കാൻ കൃത്യമായിട്ട് നാട്ടുകാർ CCTV കണ്ണും തുറന്നിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോ അതുപോലെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരുപാടധികം ആൾക്കാരുള്ളത് കൊണ്ട് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാടധികം പ്രോസസ്സുകളെ, പ്രക്രിയകളെ കൺട്രോൾ ചെയ്യാനുള്ള ആൾക്കാരാണ് ആര്? ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻസൈംസ് ആണ്. എൻസൈംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാടധികം രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുന്ന ആൾക്കാരാണ്. വേഗത കൂട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്, ഇതൊക്കെ കൃത്യമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടൊന്നും അല്ല അത് എന്ത് ചെയ്യുന്നത്? ദഹിച്ചു പോകുന്നത്. അത് അന്ന് തന്നെ ദഹിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളുടെ, ഈ ഒരു പ്രോസസ്സുകളുടെ ഒക്കെ എന്ത് ചെയ്യണം? വേഗത കൂട്ടാനുള്ള
ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്, ജൈവ തന്മാത്രകളാണ് എന്ത് എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹോർമോൺസ്, ഈ ഹോർമോൺ എക്സ് എന്ന് പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവങ്ങളെ നമ്മൾ ഒരു പ്രത്യേക പേരിട്ട് വിളിക്കാറുണ്ട്. അതാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ്. എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കാറുണ്ട്. ഇനി എക്സിനും വൈനും സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഹോർമോൺ ആണ്, നമുക്കറിയാം, നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ, അല്ലാന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ എക്സിന് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റോസ്റ്റിറോൺ കൊടുക്കാം, അതുപോലെ തന്നെ എന്ത് കൊടുക്കാം, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ കൊടുക്കാം. എൻസൈംസ്, വൈ എന്ന് പറയുന്നത് രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാനുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് ഒരുപാടധികം എൻസൈംസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പെപ്സിൻ, സലൈവറി അമൈലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടധികം എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ അപ്പൊ എൻസൈം എന്താ, ഹോർമോൺ എന്താണ്, നല്ല കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ട് എന്റെ മക്കൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രസ്താവന ചോദ്യമാണ്. Read the statement and answer the question. Internal environment differs between plants and animals. It is essential to keep its structure constant. What is the importance of keeping the composition of the internal environment constant? B. How does the internal environment differ in animals and plants? And what is homeostasis? Okay, അപ്പോൾ അതിന്റെ മലയാളം ഒന്ന് വായിക്കാം. സസ്യങ്ങളിലും ജന്തുക്കളിലും ആന്തര പരിസ്ഥിതി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഘടന സ്ഥിരമായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന എന്ന് പറയുന്നത്. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എന്ത് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ജന്തുക്കളിലും സസ്യങ്ങളിലും ആന്തര പരിസ്ഥിതി എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് തേർഡ്, സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാസിസ് എന്താണ് എന്നാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്, പക്ഷെ കുറച്ചധികം നമുക്ക് എഴുതാനുണ്ട്. അപ്പൊ ഹോമിയോസ്റ്റാസിസ് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടില് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൽ ഒരുപാട് വേസ്റ്റ് ഒക്കെ കൊണ്ടിടും. പക്ഷേ നമ്മൾ കാലങ്ങളോളം ആ വേസ്റ്റ് അവിടെ വീട്ടിൽ വെച്ചിട്ടിരിക്കുവോ? ഇല്ല. വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരുപാടധികം സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും, ഒരു സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാടധികം വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് പോകണം. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ശരീരം ഒരു പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കുന്ന കണ്ടീഷനിലേക്ക് വരുള്ളൂ. ആ ഒരു കണ്ടീഷനാണ് എന്ത്, നമ്മുടെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാസിസ് നീഡ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ മെറ്റബോളിസം. മെറ്റബോളിസം നല്ല കൃത്യമായിട്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഹോമിയോസ്റ്റാസിസ് നല്ല അടിപൊളിയായിട്ട് നടക്കണം. Okay, if the chemical composition of the internal environment is disturbed, life will be threatened. അപ്പോ ഒരുപാട് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഈ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഇത് ആപത്താണ് എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാൽ നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യത്തിലും ആനിമൽസിന്റെ കാര്യത്തിലും എന്തുണ്ട്, ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇനി അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ്. ഇപ്പൊ നമുക്കറിയാം ആനിമൽസിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു സെൽസിന്റെ ഇടയിൽ അല്ലെങ്കിൽ സെൽസിന്റെ പുറത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. എക്സ്ട്രാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സെല്ലിന് പുറത്ത്. ഓക്കെ, പുറത്ത് എന്നാണ് എക്സ്ട്രാ എന്നതിന്റെ അർത്ഥം. അപ്പൊ എക്സ്ട്രാ സെല്ലുലാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിന്റെ പുറത്ത്, കോശത്തിന് പുറത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. സെർവ്സ് ആസ് ആൻ ഇന്റേണൽ എൻവയോൺമെന്റ്. ഇതാണ് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ്, ആന്തര പരിസ്ഥിതിയായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ എടുക്കാനാണെങ്കിൽ പ്ലാന്റ് ചില്ലറക്കാരനല്ല, ഒരുപാടധികം ആൾക്കാരുണ്ട്. ഏതൊക്കെയാണ്? The internal environment in plant consists of the cell wall and its component and the fluid in the air space between the cells. എന്തൊക്കെയുണ്ട്? എയർ സാക്ക് ഉണ്ട്, അതുപോലെ തന്നെ സെൽ വോളും കോശഭിത്തിയും അതിന്റെ ഘടകങ്ങളും ഉണ്ട്. ഇനി ഹോമിയോസ്റ്റാസിസ് നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Keeping the composition of the internal environment constant is called homeostasis. ഇപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ്, ആന്തര പരിസ്ഥിതി കൃത്യമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, നമ്മുടെ ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണെങ്കിൽ ഇതിന്റെ മലയാളം ഭാഗത്തേക്ക് നമുക്ക് പോകാം. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്.
ആന്തര സമസ്ഥിതിയുടെ രാസഘടന തകിടം പറഞ്ഞാൽ അതെന്താവും? ജീവന് ഭീഷണിയാകും എന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ആനിമൽസിലും പ്ലാന്റ്സിലും എന്തൊക്കെയാണ് വ്യത്യാസം? ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതിയിലെ എന്തൊക്കെയാണ് വ്യത്യാസം എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്നാണ് അതിനെ വിളിക്കുക. ആന്തര പരിസ്ഥിതിയായി പ്രവർത്തിക്കുന്നു. ഓക്കെ, സസ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അത്തരത്തിൽ ആരൊക്കെയാണ്? ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും. ഇത് സെൽ വോൾ ഉണ്ടായിരിക്കും. ഒരു പ്ലാന്റ് സെൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കട്ടിയുള്ള ഒരു സെൽ വോൾ ഉണ്ടായിരിക്കും. അത് അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിലെ കോശങ്ങൾക്കിടയിലെ ദ്രവം ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. കോശങ്ങൾക്കിടയിലെ ദ്രവത്തെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. പിന്നെ വായു അറകളും എയർ സാക്സും ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ്. ജന്തുക്കളിലാണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിലാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിലാണെങ്കിൽ ഒരു 3 ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആന്തര പരിസ്ഥിതി അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമുക്കൊരു എക്സ്പെരിമെന്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. Given below an image of a portion of the Rio leaf which was observed under the microscope in an experiment conducted by cutting the thin outer layer of the Rio leaf into and placing in the fresh water and other in concentrated salt solution. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് ഇത്. അപ്പൊ നമുക്കറിയാം റിയോ ലീഫ് അല്ലെങ്കിൽ ചീര പോലത്തെ ഉള്ള ചെടികളുടെ ഇലയൊക്കെ ഒരെണ്ണം ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ ഒരെണ്ണം എന്തിലിട്ട് വെച്ചു? ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചു. അപ്പൊ ഇത് 2 അതിൽ ഇട്ട് വെച്ചപ്പോ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരു ഫിഗറും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് കണ്ടീഷൻ ഡസ് ദിസ് ഫിഗർ റെപ്രസെന്റ്? ഈ ഒരു ഫിഗർ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണോ അതോ അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ശുദ്ധജലത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ why did the protoplast of this cell shrink and detach from the cell wall? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു സെൽ വോളിൽ നിന്ന് ഈ ഒരു പ്രോട്ടോപ്ലാസം ഷ്രിങ്ക് ചെയ്തിട്ട് ചുരുങ്ങിയിട്ട് ഒരു ഭാഗത്ത് പോയി നിൽക്കുന്നത്? Then which process refers to the flow of water molecule? ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഫ്ലോനെ കാണിക്കുന്ന ഈ ഒരു പ്രക്രിയ ഏത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം ചുരുങ്ങി പോകണത് എന്തായിരിക്കും? ഉപ്പുവെള്ളത്തിലിട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മലയാളം ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. റിയോ ഇലയുടെ നേർത്ത പുറംപാളി എടുത്ത് അതിനെ 2ആയി മുറിച്ച് അതിനെ ശുദ്ധജലത്തിലും മറ്റേത് ഗാഢ ഉപ്പുലായനിയിലും ഇട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോഴുള്ള ഒരു ഭാഗത്തിന്റെ ചിത്രമാണ് നമ്മളുടെ ചുവടെ നൽകിയിട്ടുള്ളത്. ചിത്രം ഏത് സാഹചര്യത്തിലുള്ള കോശത്തെ സൂചിപ്പിക്കുന്നു? കോശത്തിന്റെ പ്രോട്ടോപ്ലാസ്റ്റ് ചുരുങ്ങുകയും കോശഭിത്തിയിൽ നിന്ന് വേർപെടുകയും ചെയ്തത് എന്തുകൊണ്ട്? ജലതന്മാത്രകളുടെ ഒഴുക്ക് സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഉപ്പുവെള്ളത്തിലാണോ അതോ സാധാരണ വെള്ളത്തിലാണോ? കാരണം ഇതെന്താണ്? ഉപ്പ് വെള്ളത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് പിണങ്ങി മാറി നിൽക്കാൻ കാരണം? അപ്പൊ അതിന്റെ ആൻസർ ആണ് water flow out of the cell membrane due to the higher density of the water in the cytoplasm compared to the salt solution. This is gradually causes the water inside the cell to decrease the protoplast to detach from the cell wall. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും കോൺസെൻട്രേഷൻ ഭയങ്കര തിക്കി നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തിരിക്കാനൊന്നല്ല ഇഷ്ടം. നമുക്ക് എവിടെ പോയിരിക്കാനാണ്? ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കാനാണ് നമുക്കിഷ്ടം. അപ്പോ ഇതാണ് നമ്മുടെ ഉപ്പുവെള്ളത്തിലിട്ട നമ്മുടെ റിയോന്റെ ലീഫ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഉപ്പുവെള്ളത്തിലിട്ട റിയോന്റെ ലീഫ്. ഇപ്പൊ എന്താണ്? ഇത് ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഇവിടെ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. പക്ഷെ ഇലയുടെ അകത്താണെന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ എന്താണ്? കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തിരിക്കാൻ ആർക്കും ഇഷ്ടമില്ല? നമ്മുടെ ഇലയ്ക്ക്, നമ്മുടെ വാട്ടർ മോളിക്യൂളിന് ഇഷ്ടമില്ല. അപ്പൊ അതെന്ത് ചെയ്യും? ഈ വാട്ടർ മോളിക്യൂളൊക്കെ നേരെ പുറത്തേക്ക് ചാടും. ഓക്കെ, അതെന്താണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ്, ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയാണ് എന്ത് ചെയ്യുക? പുറത്തേക്ക് ചാടുക. അപ്പോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓസ്മോസിസ് എന്ന് വിളിക്കാം. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് ജലതന്മാത്രകൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി യാത്ര ചെയ്യുന്ന, സഞ്ചരിക്കുന്ന പ്രോസസ്സാണ് എന്ത്? ഓസ്മോസിസ് എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായോ? ഓസ്മോസിസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ഓസ്മോസിസ് എന്താണെന്ന് ആലോചിക്കണം. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ജലതന്മാത്രകൾ ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി യാത്ര ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ
ഓസ്മോസിസ് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനേഷൻ അടക്കം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഇല്ലസ്ട്രേഷൻ ആണ്, ഒരു ചിത്രീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ദ ഗിവൻ ട്രാൻസ്പോർട്ട് പ്രോസസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്കറിയാം മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രീകരണം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ദേ പുറമെ കുറച്ച് മോളിക്യൂൾ നിൽക്കുന്നുണ്ട്, താഴെ ഒരുപാടധികം മോളിക്യൂൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് പോയ പ്രോസസ്സ് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. വിച്ച് പ്രോസസ് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഏതാണ് ഈ ഒരു പ്രോസസ്സ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വളരെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്ക് പോകുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ ടെക്സ്റ്റിനകത്ത് നമുക്കിത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന 2 പ്രോസസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് പറയാം. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂളുകൾ പോകുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം എന്താണ്, നമുക്കിപ്പോ കോൺസെൻട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കോൺസെൻട്രേഷൻ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ആൾക്കാരുള്ള കൂട്ടത്തിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട് ഇല്ലേ? ഇപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാടധികം ആൾക്കാരായിരിക്കും. നമ്മൾ കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് നിന്ന് നല്ല ഒരുപാടധികം ആൾക്കാരുള്ള സ്ഥലത്തേക്കായിരിക്കും നമ്മൾ കയറി ചെല്ലുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യുക? ആൾക്കാരെ തട്ടി മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പൂരം കാണാനോ അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന ഇത് സ്ഥലത്താണെങ്കിലും നമ്മൾ നല്ല എനർജി ഒക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാരെയൊക്കെ തട്ടി മാറ്റിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ വളരെ എനർജി ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതാണ് ഇവിടെ നമുക്ക് ATP ADP എന്നൊക്കെ കാണാം. ഓക്കെ, ATP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി റിലീസ് ആവുന്ന ഫോമാണ്. ഓക്കെ, എനർജി റിലീസ് ആവുന്ന ഫോമാണ് എന്ത്? ATP ADP ഒക്കെ. അപ്പൊ എനർജി റിക്വയറിംഗ് പ്രോസസ് ആണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പ്രോസസ്. എനർജി റിക്വയറിംഗ് പ്രോസസ് ആണ്. ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് ഒരു കാരിയർ പ്രോട്ടീന്റെ സഹായത്തോട് കൂടി പോകുന്നു. കാരിയർ പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടാക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ സെല്ലിന്റെ അപ്പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും ആര്? നമ്മുടെ ഈ മോളിക്യൂൾസ് ഒക്കെ. അപ്പൊ സെല്ലിന്റെ പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരനെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രോട്ടീനും കൂടി ഇവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ 2 പോയിന്റ്സ്. ഒപ്പം നിങ്ങൾ പഠിച്ചു പോകേണ്ടതായിട്ടുള്ളതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാധാരണ ഡിഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്മോസിസ് പോലെ തന്നെ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതാണ്. എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. മലയാളത്തിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് തന്നെയാണ് പറയാ. ഈ പറയുന്ന ഗ്ലൂക്കോസ്, അയോൺസ്, ഈ പറഞ്ഞ പോലെ അയോൺസ് ഒക്കെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക്, ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് 2 പ്രോട്ടീനുകളുടെ സഹായത്തോട് കൂടി പോകുന്നതാണ്. ഏതൊക്കെയാണ്? ഒരെണ്ണം ചാനൽ പ്രോട്ടീൻ, മലയാളത്തിലും ചാനൽ പ്രോട്ടീൻ തന്നെയാണ് പറയാ. രണ്ടാമത്തെയാണ് കാരിയർ പ്രോട്ടീൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ 2 പ്രോട്ടീന്റെ സഹായത്തോടെ പോകുന്ന ഈ ഒരു പ്രോസസ്സാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നേരെ തിരിച്ച് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് പോവുക. ഇത് 2 കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എന്നാൽ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. എന്താണ്? ആദ്യത്തെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, ഒക്യൂർസ് ഇൻ ദ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ഗാഢത കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് പോകുന്നതാണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഹയർ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് എനർജി ഈസ് നീഡഡ്. നമുക്ക് എന്താണ്? അവിടെ നമുക്ക് എനർജി, ഊർജം ആവശ്യമായിട്ടുണ്ട്. ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് കാരിയർ പ്രോട്ടീൻ. കാരിയർ പ്രോട്ടീന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഗാഢത കൂടിയ ഭാഗത്തേക്ക് പോകുന്നു. ഊർജം ആവശ്യമാണ്. വാഹക പ്രോട്ടീനുകളുടെ, കാരിയർ പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അവിടെ എന്താണ്? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ എനർജി ആവശ്യമുണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എനർജി ആവശ്യമുണ്ട്. പക്ഷെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ എന്തില്ല? എനർജി ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, എന്നാൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും തമ്മിലുള്ള സിമിലാരിറ്റീസും അതുപോലെ തന്നെ വ്യത്യാസങ്ങളും എന്താണെന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സിമിലാരിറ്റീസ് എന്താണ്? ഫ്ലോ ഓഫ് ദ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. സിമ്പിൾ ഡിഫ്യൂഷനിലും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും എന്താണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഈസ് ഡസ് നോട്ട് റിക്വയർ എനർജി. ഇവിടെ നമുക്ക് എന്തില്ല? എനർജി ആവശ്യമായിട്ടില്ല. ഓക്കെ, എനർജി റിക്വയറിംഗ് പ്രോസസ് അല്ല, എനർജി ആവശ്യമായിട്ടുള്ള പ്രോസസ് അല്ല. അപ്പൊ ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷനും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ്, സാമ്യതകൾ. ഇനി അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Osmosis apply only for water molecules, requires semi-permeable membrane. Facilitated diffusion take place with the help of certain proteins in the plasma membrane. ഈ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓസ്മോസിസ് തന്നെയാണ്. അപ്പൊ ഈ ഓസ്മോസിസ് അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വാട്ടർ മോളിക്യൂളിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പക്ഷേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ചില പ്ലാസ്മ സ്തരത്തിലെ നമ്മുടെ സെൽ മെംബ്രെയിനിലെ അല്ലെങ്കിൽ കോശ സ്തരത്തിലെ ചില പ്രോട്ടീൻസിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഒരു പ്രോസസ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വൈ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഓൾസോ കോൾഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഭയങ്കര സെലക്റ്റീവ് ആണ്, നമ്മൾ ആരിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനും. ആര് വന്ന് കയറാൻ നോക്കിയാലും എന്ത് ചെയ്യില്ല? പെട്ടെന്നൊന്നും കയറിയിരിക്കില്ല. അതിനെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസിനെ മാത്രമേ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുകയുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ആൻസർ എന്ന് പറയുന്നത് ഓൺലി സർട്ടൻ മോളിക്യൂൾ ക്യാൻ പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. വളരെ കുറച്ച് പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനായിട്ടുള്ളൂ. ഏതൊക്കെയാണത്? വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. ഇവരൊക്കെയാണ് ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ കയറ്റിയിരുത്തുള്ളൂ, അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ കയറ്റിയിരുത്തുള്ളൂ. ഓക്കെ, ക്യാൻ ഈസിലി പാസ് ത്രൂ ഇറ്റ്. നല്ല സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കടന്നു പോകാനായിട്ട് പറ്റും. ഓക്കെ, ബട്ട് സർട്ടൻ സബ്സ്റ്റൻസസ് ആൻഡ് അയോൺസ് ക്യാൻ only pass through the special channels or pores present in the plasma membrane. പക്ഷേ ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? അയോൺസ് അല്ലാന്നുണ്ടെങ്കിൽ സോൾട്ട്, ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ചില പ്രത്യേക ചാനലുകളോ അല്ലെങ്കിൽ ചില പ്രത്യേക പ്രോട്ടീനുകളിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവരിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ, വർണ്ണധാര്യ സ്തരം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എല്ലാവരും പോയാലൊന്നും എന്ത് ചെയ്യില്ല? കയറ്റിയിരുത്തില്ല. വളരെ സെലക്ട് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഈ ഒരു മെംബ്രെയിൻ നമ്മുടെ കോശത്തിന്റെ ഉള്ളിലേക്ക്, സെല്ലിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ വർണ്ണധാര്യ സ്തരം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു 1 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കറക്റ്റ് mistakes if any in the underlined part of the given statements. എന്തെങ്കിലും again ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിലെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. Enzymes are the chemical molecules that regulate and coordinate the biological activities. എന്താണ് എൻസൈം എന്ന് പറയുന്നത്? നമ്മുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണോ? ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. അതിനു മുന്നേ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ദ സബ്സ്റ്റൻസ് വിത്തൗട്ട് നീഡ് ഓഫ് എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ പ്രോട്ടീൻ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. എനർജി ആവശ്യമില്ലാത്ത ഒരു പ്രോസസ് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇത് രണ്ടെണ്ണം പൊട്ടത്തെറ്റാണ്. അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, നമ്മളുടെ അടുത്ത് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആള് ആരാണ്? നമ്മുടെ ഹോർമോൺ ആണ്. എൻസൈംസ് എന്നാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻസൈംസ് അല്ല, തെറ്റാണ്. എന്ത്? ഹോർമോൺ ആണ്. അതുപോലെ തന്നെ എനർജി ആവശ്യമില്ലാതെ മോളിക്യൂൾസ് പാസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്?
ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ അത് ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഓക്കെ, തെറ്റാണ്. നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, തെറ്റാണ്. ഓക്കെ, എൻസൈംസ് അല്ല, ഹോർമോൺസ് ആർ ദ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് എന്ന് തിരുത്തി എഴുതണം. അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ദ സബ്സ്റ്റൻസ് വിത്തൗട്ട് ദ നീഡ് ഓഫ് എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ആ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വെട്ടിയിട്ട് നമ്മൾ എന്താക്കി മാറ്റണം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്കി മാറ്റണം. ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്, ഓസ്മോസിസ് എന്താണ്, സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണ് എന്നൊക്കെ നല്ല കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റത്തെ ഒരു ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോസിന്തസിസിനെ കുറിച്ച് ഒരുപാടധികം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോഴേ അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്ലാന്റ്സിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ് വിത്ത് നെയിംസ്. ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, എ പാർട്ട് വേർ ദ ക്ലോറോഫിൽ പ്രസന്റ്. ക്ലോറോഫിൽ പ്രസന്റ് ആയിരിക്കുന്ന ഭാഗം ഏത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ബി പാർട്ട് വേർ ദ ഡാർക്ക് ഫേസ് ടേക്ക് പ്ലേസ്. ഇരുണ്ട ഘട്ടം നടക്കുന്ന ഭാഗം. ഓക്കെ, ഫോട്ടോസിന്തസിന് രണ്ട് ഘട്ടങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് അല്ലെങ്കിൽ ഡാർക്ക് ഫേസ് നടക്കുന്നത് എവിടെയാണ്? Then part connecting the ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം. അപ്പോ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും വരച്ച് പഠിക്കണം. ഓക്കെ, വരച്ചിട്ട് അടയാളപ്പെടുത്താനാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ വരച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വലിയൊരു ഫിഗർ ആണ് കാണുക, പക്ഷെ നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കുക, അടയാളപ്പെടുത്താം. ആദ്യത്തെ ആണ് എന്ത്, ഗ്രാന എന്ന് പറയുന്നത്. പാർട്ട് വേർ ക്ലോറോഫിൽ ഈസ് പ്രസന്റ്. ഈ ഒരു ഭാഗത്തിനെയാണ്, ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രാന എന്ന് വിളിക്കുക. എന്താണ് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ്, ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വർണ്ണകണം കാണപ്പെടുന്നത് ഏതിലാണ്, നമ്മുടെ ഗ്രാനയിലാണ്. ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്ലോറോഫിൽ എന്ന് വിളിക്കുക. ദെൻ പാർട്ട് വേർ ദ ഡാർക്ക് ഫേസ് ടേക്ക് പ്ലേസ്. ഡാർക്ക് ഫേസ് നടക്കുന്നത് എവിടെയാണ്, നമുക്കറിയാം സ്ട്രോമയിലാണ്. ഇവിടെ കാണുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടാണ് കേട്ടോ. ഇതിന് പുറത്ത് കാണപ്പെടുന്ന ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത്, നമ്മുടെ സ്ട്രോമ എന്ന് പറയുന്നത്. അവിടെയാണ് എന്ത് നടക്കുന്നത്, ഡാർക്ക് ഫേസ് നടക്കുന്നത്. അപ്പോ ഗ്രാനയിൽ നടക്കുന്നത് എന്തായിരിക്കും, ഗ്രാനയിൽ നടക്കുന്നത് ലൈറ്റ് ഫേസ് ആണ്. ഇവിടെ പുറത്താണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. ദെൻ പാർട്ട് കണക്ടിങ് ദ ഗ്രാനയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലത്തെ സാധനം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ പേരാണ് സ്ട്രോമ ലാമെല്ല. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താനായിട്ട് എന്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം. ഫസ്റ്റത്തെ ഗ്രാനയാണ്, രണ്ടാമത്തെ സ്ട്രോമയാണ്, മൂന്നാമത്തെ സ്ട്രോമ ലാമെല്ലയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഗെയിൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബയോമോളിക്യൂൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രക്ടോസ് കൊടുത്തിട്ടുണ്ട്. പഴങ്ങൾ ഫ്രക്ടോസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്ങളിൽ കാണപ്പെടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്, ഫ്രക്ടോസ് ആണ്. എന്നാൽ ഷുഗർ കെയിനിൽ, കരിമ്പിൽ കാണപ്പെടുന്ന പഞ്ചസാര മക്കളൊന്ന് വേഗം ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും അറിയാം എന്താണ്, സൂക്രോസ് ആണ്. സൂക്രോസ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും സാറ് നേരത്തെ കാണിച്ചു തന്ന ആ പോലെ ഒന്ന് ഫിഗർ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ഓരോരോ ഭാഗങ്ങൾ നമ്മൾ എന്തായിട്ട് പഠിച്ച് പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്, സ്ട്രോമ ലാമെല്ലയുണ്ട്, അതുപോലെ തന്നെ തൈലക്കോയിഡ് ഉണ്ട്. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ഈ ഒരു അടക്കി വെച്ചിട്ടുള്ള ആ കൂട്ടം തന്നെ കളക്റ്റീവ്ലി വിളിക്കുന്നതാണ് എന്ത്, ഗ്രാന എന്ന് പറയുന്നത്. ആ ഗ്രാനയിലത്തെ ഒരു അടക്ക് ഇപ്പൊ കോയിൻ പോലെ അടക്കി വെച്ച് ചെയ്യുകയാണല്ലോ, ഒരൊറ്റ കോയിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് വിളിക്കുക. ഇനി ഇതിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത്, സ്ട്രോമ എന്ന് പറയുന്നത്. ഈ രണ്ട് ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ബ്രിഡ്ജ് പോലത്തെ ഭാഗമാണ് എന്ത്, സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കാനായിട്ട് പഠിക്കുക. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിച്ചു പോകാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഫോട്ടോസിന്തസിസിന് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഫേസുകളാണ് ഉള്ളത്. ആദ്യത്തെയാണ് ലൈറ്റ് ഫേസ്, രണ്ടാമത്തെ ഡാർക്ക് ഫേസ്. ആദ്യത്തെ പ്രകാശഘട്ടം, ഡാർക്ക് ഫേസ് ഈസ് ഇരുണ്ട ഘട്ടം. ഓക്കെ, അപ്പോ ഇതില് എന്തൊക്കെയാണ് നടക്കുക? എന്തായാലും ലൈറ്റ് ഫേസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ലൈറ്റ് ഫേസ് എവിടെയാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. അപ്പൊ ഡാർക്ക് ഫേസിൽ എന്തുണ്ടാവില്ല? സൂര്യപ്രകാശം ഉണ്ടാവില്ല. ഓക്കെ, ലൈറ്റ് ഫേസ് നടക്കുന്നത് നമ്മുടെ ഗ്രാനയിൽ വെച്ചിട്ടാണ്, എന്നാൽ ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്ന ഈ വാട്ടർ ഒക്കെ സ്പ്ലിറ്റ് ആവും. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? H2O ആണല്ലോ. വാട്ടർ സ്പ്ലിറ്റ് ആവും. H2O എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടാണ്, ഒരു മോളിക്യൂൾ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ സൺലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് എന്താവും? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് എന്താവും? സ്പ്ലിറ്റ് ആവും. ഓക്സിജന്റെ പണി നോക്കിയിട്ട് വേഗം എന്ത് ചെയ്യും? പോവും. അപ്പൊ ഹൈഡ്രജൻ അവിടെ എന്താവും? ഒറ്റയ്ക്കാവും. ഈ ഒറ്റയ്ക്ക് ഗ്രാനയിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ഒറ്റയ്ക്കാവുന്ന ഈ ഹൈഡ്രജൻ നേരെ എന്താവും? നേരെ നമ്മുടെ സ്ട്രോമയിൽ ചെന്നിരിക്കും. ഈ സ്ട്രോമയിൽ ചെന്നിട്ടിരിക്കുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡാർക്ക് ഫേസ് എന്ന് വിളിക്കാം. ഈ ഡാർക്ക് ഫേസില് എന്താ നടക്കുക? ഈ ഹൈഡ്രജനോട് ഒറ്റയ്ക്കാണ്. ഈ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് തന്നെ എന്താവും? പുറത്തുനിന്ന് ഒരാൾ വരും, അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് രണ്ടെണ്ണം കൂടിച്ചേർന്നിട്ട് എന്തായി മാറും? ഗ്ലൂക്കോസ് ആയി മാറും. ബേസിക്കലി സിംപ്ലി ഇതാണ് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ഓക്കെ, എന്താണ് ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്താ നടക്കുക? പാവം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്ന, സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഓക്സിജൻ എന്ത് ചെയ്തു പോവും? പുറത്തേക്ക് പോവും. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ഒറ്റയ്ക്കായി. ഈ ഹൈഡ്രജന്റെ കൂട്ടിന് ആരാണ് വരിക? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരിക. ഈ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടായി മാറും. ഈ ഒരു പ്രോസസ്സാണ് ഡാർക്ക് ഫേസിൽ നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. 2 ഭാഗങ്ങളിലായിട്ട് ഡാർക്ക് ഫേസ്, ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. അതിലത്തെ ഓരോരോ പ്രോസസ്സുകളും ഓരോരോ റിയാക്ഷൻസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡും വേറെ എന്തോയും കൂടിച്ചേർന്നിട്ട് ഇവിടെ വാട്ടർ -O2 വാട്ടർ എന്നാണ് നിങ്ങളുടെ അടുത്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, then how oxygen is liberated in this chemical reaction? എങ്ങനെയാണ് ഓക്സിജൻ സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് പോയത് എന്നാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ പ്ലസ് എന്താണ് നമ്മുടെ വാട്ടറും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് എഴുതണം? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, പിന്നെ എന്തുണ്ടാവും? ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടാവും, ഒപ്പം വാട്ടർ എക്സ്ട്രാ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനൊപ്പം എന്താണ് കൂടി ചേർന്നത്? H2O വാട്ടർ പ്ലസ് ഗ്ലൂക്കോസ് C6H12O6 എന്നാണ് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല. അത് രണ്ടെണ്ണമാണ് അവിടുത്തെ പ്രൊഡക്റ്റ്. അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഓക്സിജൻ സ്പ്ലിറ്റ് ആയി പോയത്, ഓക്സിജൻ സ്വതന്ത്രമായി പോയത് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഓക്സിജൻ സ്വതന്ത്രമായി പോയത്? നമുക്കറിയാം, നമ്മുടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. H2O ആയി നിന്നിരുന്ന വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായി മാറും? ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറും. അങ്ങനെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. മനസ്സിലായോ? അതാണ് ഇവിടെ നടക്കുന്ന 2 പ്രോസസ്സ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു റിയാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ഗ്ലൂക്കോസ് മാറിയിട്ട് എന്തായി മാറി? സ്റ്റാർച്ച് ആയി മാറി. സ്റ്റാർച്ച് മാറിയിട്ട് സൂക്രോസ് ആയി മാറി. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ നീഡ് ടു കൺവേർട്ട് A to B? എന്തിനാണ് A B ആയിട്ട് മാറുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് എന്തിനാണ് സ്റ്റാർച്ച് ആയിട്ട് മാറിയത്? വാട്ട് ആർ ദ വേസ് വിച്ച് ദ പ്ലാന്റ്സ് ബെനിഫിറ്റ് B? എന്താണ് പ്ലാന്റ്സിനെ B കൊണ്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർച്ച് കൊണ്ടുള്ള ഉപയോഗം? ഇൻ വാട്ട് ഫോം C സ്റ്റോർഡ് ഇൻ ലെഗ്യൂംസ് ആൻഡ് ഫ്രൂട്ട്സ്? C എന്ന് പറയുന്നത് സൂക്രോസ് എന്ന് പറയുന്നത്
ഏത് രൂപത്തിലാണ് ഈ ഒരു സസ്യങ്ങളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ നീഡ് ഓഫ് കൺവേർട്ട് എ ടു ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആയി മാറുന്നതിന്റെ പ്രത്യേകത എന്താണ്, എന്തിനാണ്, അതിന്റെ ആവശ്യകത എന്താണെന്നായിരുന്നു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസിനെ വെറുതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, എന്ത് ചെയ്യും, അത് പെട്ടെന്ന് വാട്ടറിൽ ഡിസോൾവ് ആയി പോകും. അപ്പൊ എന്ത് ചെയ്യണം, ഡിസോൾവ് ആവാത്തൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റണം. അതാണ് നമ്മുടെ സ്റ്റാർച്ച്. മനസ്സിലായോ? ഗ്ലൂക്കോസ് ഡിസോൾവ് ക്വിക്ക്ലി ഇൻ വാട്ടർ. അതുകൊണ്ട് നമ്മൾ അതിനെ എന്താക്കി വെച്ചു, കുറച്ച് കട്ടിയുള്ള സ്റ്റാർച്ച് ആക്കി മാറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് പ്ലാന്റ് ബെനിഫിറ്റ് ബി? എങ്ങനെയാണ് ബി കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമ്മുടെ പ്ലാന്റ്സിന് ഉള്ളത് എന്നാണ്. നമുക്കറിയാം സ്റ്റാർച്ച് അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം ഈ സ്റ്റാർച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ പ്ലാന്റ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് പ്രോസസ് ഒക്കെ നടത്താൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്, നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ അന്നജം നമ്മുടെ പ്ലാന്റ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആവശ്യമാണ് എന്ന് പറയാനായിട്ടുള്ള കാര്യം. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വാട്ട് ഫോം സി ഈസ് സ്റ്റോർഡ് ഇൻ ലെഗ്യൂംസ് ആൻഡ് ഫ്രൂട്ട്സ്? എങ്ങനെയാണ് പയർചെടികളിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലൊക്കെ ഈ ഒരു സി എന്ന് പറയുന്നത് എന്തായിരുന്നു? സൂക്രോസ് ആയിരുന്നു. സൂക്രോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ്. ലെഗ്യൂംസിലാണെങ്കിൽ പ്രോട്ടീന്റെ രൂപത്തിലാണ്, ഫ്രൂട്ട്സിലാണെങ്കിൽ ഫ്രക്ടോസിന്റെ രൂപത്തിലാണ് ഈ പറയുന്ന സൂക്രോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന് ഒരുപാടധികം സാധനങ്ങൾ കിട്ടും. എന്തിനാണ് ഗ്ലൂക്കോസിന്റെ രൂപം മാറ്റിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി പോവേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Answer the given questions about photosynthesis. Which is the main phases in photosynthesis? പ്രകാശ സംശ്ലേഷണത്തിന്റെ മുഖ്യ ഘട്ടങ്ങൾ ഏതെല്ലാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ്, which of these phases utilized water? ഇതിലെ ഏതൊക്കെ ഘട്ടങ്ങൾ വാട്ടർ ഉപയോഗിക്കുന്നു? Then third, what change will the water undergo at this stage? ഈ ഘട്ടത്തിൽ ജലത്തിന് സംഭവിക്കുന്ന മാറ്റം എന്ത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ കഥകൾ തന്നെയാണ്. എന്തൊക്കെയാണ്? ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, ഇതൊക്കെ വരുന്നതാണ്. എ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ എന്താണ്? ലൈറ്റ് ഫേസ് ആണ്. രണ്ടാമത്തെ ഡാർക്ക് ഫേസ് ആണ്. രണ്ട് ഘട്ടങ്ങളായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇനി വാട്ടർ ഉപയോഗിക്കുന്ന, വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? നമുക്കറിയാം ലൈറ്റ് ഫേസിൽ വെച്ചിട്ടാണ് എന്തായത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും അതുപോലെ തന്നെ ഹൈഡ്രജനും ആയിട്ട് മാറിയത്. അപ്പോൾ ആൻസർ ഈസ് ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം. ഇനി വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ജലം വിഘടിച്ചിട്ട് എന്തായി മാറുന്നുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോസിന്തസിസ് നല്ല കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിന്റെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അനലൈസ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ, ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് കൺവേർട്ട് ദ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോട്ടോസിന്തസിസ് ഇൻടു ഇൻസോല്യൂബിൾ സ്റ്റാർച്ച്. എന്താണ്? നമ്മുടെ പ്ലാന്റ്സ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ ലയിക്കാത്ത അലേയമായിട്ടുള്ള ഒരു അന്നജമാക്കി മാറ്റുന്നു. ഓക്കെ, അതിന്റെ റീസൺ പറയുന്നത് ഗ്ലൂക്കോസ് ഡിസോൾവ്സ് റാപ്പിഡ്ലി ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ചു പോകുന്നു എന്നാണ് നമ്മളുടെ അടുത്ത്. ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ ഉത്തരവും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു 4ഓളം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻസർ എ, സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. സി, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റോങ്. ആൻഡ് തേർഡ്, സ്റ്റേറ്റ്മെന്റ് റോങ്, റീസൺ കറക്റ്റ്. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് തോന്നുന്നത്? നമുക്കറിയാം പ്ലാന്റ്സ് കൺവേർട്ട് ദ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോട്ടോസിന്തസിസ് ഇൻടു ഇൻസോല്യൂബിൾ സ്റ്റാർച്ച്. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആക്കി മാറ്റുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ്. അതിന്റെ റീസൺ ഗ്ലൂക്കോസ് ഡിസോൾവ്സ് റാപ്പിഡ്ലി ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിലേക്ക് കൃത്യമായിട്ട് ലയിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ അത് രണ്ടെണ്ണം ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റും റെഡിയാണ്, അതുപോലെ തന്നെ റീസണും റെഡിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ
ബി സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിന്റെ മലയാളം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എഗെയിൻ ഇതേപോലത്തെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രോമ ഈസ്, സ്ട്രോമ എന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 4 പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈസ് ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്. അത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ മെംബ്രെയിൻ ആണ്. ഓക്കെ. സ്റ്റാക്സ് ഓഫ് ദ തൈലക്കോയിഡ്, തൈലക്കോയിഡിന്റെ കൂട്ടമാണ് അല്ലെങ്കിൽ അടുക്കി വെച്ചിട്ടുള്ളതാണ്. ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റിലത്തെ ഫ്ലൂയിഡ് പാർട്ടാണ്. പാർട്ട് വേർ ദ ലൈറ്റ് ഫേസ് ടേക്ക് പ്ലേസ്, ലൈറ്റ് ഫേസ് നടക്കുന്ന ഭാഗമാണ്. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്റർ മെംബ്രെയിൻ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കില്ല എന്നറിയാം. അതുപോലെ തന്നെ സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ് എന്തല്ല, സ്ട്രോമയല്ല. എന്താണ് സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്? തൈലക്കോയിഡ് ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ളത് എന്താണ്? ഗ്രാനയാണ്, സ്ട്രോമയല്ല. അപ്പൊ അതും തെറ്റാണ്. ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്, അത് ശരിയാണ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റിന് നിറച്ചു വെച്ചിട്ടുള്ള ഫ്ലൂയിഡ് പാർട്ടാണ്, ദ്രാവക ഭാഗമാണ് എന്ത്? നമ്മുടെ സ്ട്രോമ എന്ന് പറയുന്നത്. 4ാമത്തെ പോയിന്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. പാർട്ട് വേർ ദ ലൈറ്റ് ഫേസ് ടേക്ക് പ്ലേസ്, പ്രകാശഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണെന്നാണ് പറഞ്ഞത്. തെറ്റാണ്, സ്ട്രോമയിലല്ല. എന്താണ്? ഗ്രാനയിലാണ്. അപ്പൊ നമുക്കറിയാം ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റിലെ ദ്രാവക ഭാഗമാണ് എന്ത്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. Glucose formed as a result of the photosynthesis travels through the vascular tissues in the form of dash and is stored in various parts of the plant. Glucose, sucrose, starch, fructose. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഗ്ലൂക്കോസ് ഡാഷ് രൂപത്തിൽ സംവഹന കലയിലൂടെ സഞ്ചരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കപ്പെടുന്നു. നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, ഫ്രക്ടോസ്, ഇതിൽ ഏത് ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റോർ ചെയ്യുന്നതല്ല, സംഭരിക്കുന്നതല്ല, സഞ്ചരിക്കുന്നത്. പ്ലാന്റിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏത് രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്? നമുക്ക് തെറ്റിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മൾ എല്ലാവരും പോയിട്ട് എന്ത് എഴുതും? ചിലപ്പോ സ്റ്റാർച്ച് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ അന്നച്ചെന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ സഞ്ചരിക്കുന്ന രൂപം ഏതാണ്? നമ്മുടെ സൂക്രോസ് ആണ്. സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്? നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാടാം. The main factors required for the photosynthesis are water, carbon dioxide, sunlight, minerals and dash. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ജലം, കാർബൺ ഡയോക്സൈഡ്, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നൊക്കെയാണെന്ന് ATP എന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ധാതു ലവണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്റ്റാർച്ച്, ക്ലോറോഫില്, ഗ്ലൂക്കോസ്, ഓക്സിജൻ. ഓക്കെ, സ്റ്റാർച്ച്, ക്ലോറോഫില്, ഗ്ലൂക്കോസ്, ഓക്സിജൻ. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളിൽ വരുന്നത് ഏതാണ്? നമ്മുടെ ക്ലോറോഫിൽ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതാണ് ആൻസർ. ക്ലോറോഫിൽ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഏത്? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഒക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ആ ഒരു പിഗ്മെന്റ് വേണം. ആ പിഗ്മെന്റിന്റെ പേരാണ് എന്ത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ഫോട്ടോസിന്തസിസ്. ഇവിടെ നമ്മുടെ ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു റിയാക്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് എക്സും വൈയും എന്താണെന്നാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് പ്ലസ് എക്സ് ഗീവ്സ് സൂര്യപ്രകാശം ആൻഡ് ക്ലോറോഫിൽ. സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെ സാന്നിധ്യത്തില് അത് ഓക്സിജനും വേറെ എന്തോ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അതിന് കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് മിനറൽസ്, വൈ എന്ന് പറയുന്നത് ATP, അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് സോൾട്ട്, വൈ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്, എക്സ് എന്ന് പറയുന്നത് വാട്ടർ, വൈ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, എക്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് വൈ എന്ന് പറയുന്നത് വാട്ടർ. ഇതില് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? നമുക്കറിയാം കാർബൺ ഡയോക്സൈഡും എന്തും കൂടി ചേർന്നിട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത് ഈ ഓക്സിജൻ ആയിട്ട് മാറുന്നത്. നമുക്കറിയാം ഹൈഡ്രജനും അതുപോലെ തന്നെ വാട്ടറും ഗ്ലൂക്കോസും ആണ്. 3ാമത്തെ പോയിന്റ് ആണ് കേട്ടോ കറക്റ്റ്. കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു റിയാക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ആ ഒരു പ്രോസസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എക്സ് വാട്ടർ ആൻഡ് വൈ ഗ്ലൂക്കോസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണ്?
ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസ്കവേർഡ് ദ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ഡാർക്ക് ഫേസ്. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പോൾ നമ്മൾ 2 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അപ്പൊ ഇതിലെ ഈ ഡാർക്ക് ഫേസ് ഒരു സൈക്ലിക് റിയാക്ഷൻ പോലെയാണ് നടക്കുന്നത്. അപ്പോ ഈ ഒരു സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആര് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ റോബർട്ട് ബ്രൗൺ, രണ്ടാമത്തെ മെൽവിൻ കാൽവിൻ, മൂന്നാമത്തെയാണ് തിയോഡർ ഷ്വാൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് റോബർട്ട് ഹുക്ക്. ഇതില് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് മെൽവിൻ കാൽവിൻ ആണ് ഈ ഒരു ഡാർക്ക് റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ് എന്ന് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മെൽവിൻ കാൽവിന്റെ ഒരു ഭാഗം. പക്ഷെ നമ്മൾ വിട്ടുപഠിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഒരു മെൽവിൻ കാൽവിൻ ഈസ് റിലേറ്റഡ് ടു ഡാർക്ക് ഫേസ് ഇൻ ദ ഫോട്ടോസിന്തസിസ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, മെൽവിൻ കാൽവിൻ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഫോട്ടോസിന്തസിസ് ത്രൂ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഓക്കെ, then late phase take place only in the sunlight. Dark phase take place only in the stroma. Glucose production take place during the light phase. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതിന്റെ മലയാളം കൂടി സാർ ഒന്ന് വായിച്ചുതരാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഓക്സിജൻ ഉണ്ടാകുന്നത് ജലത്തിന്റെ വിഘടനത്തിലൂടെയാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രകാശഘട്ടം സൂര്യപ്രകാശത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. ദെൻ ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നു. പ്രകാശഘട്ടത്തിലാണ് ഗ്ലൂക്കോസ് നിർമ്മാണം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഫോട്ടോസിന്തസിസ് ത്രൂ ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഓക്സിജൻ ഉണ്ടാകുന്നത് ജലത്തിന്റെ വിഘടനത്തിലൂടെയാണ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ദ ഡാർക്ക് ഫേസ് ടേക്ക് പ്ലേസ് ഇൻ ദ സ്ട്രോമ, അതും കറക്റ്റ് ആണ്. ബാക്കി എല്ലാ ഓപ്ഷൻസും ഓക്കെ. ബാക്കി ഇതെന്താണ്, പ്രകാശഘട്ടം സൂര്യപ്രകാശത്തിൽ മാത്രമൊന്നല്ല അല്ലെങ്കിൽ നടക്കും. അതുപോലെ തന്നെ ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ നടക്കുന്നു, അത് കറക്റ്റ് ആണ്. പ്രകാശഘട്ടത്തിലാണ് ഗ്ലൂക്കോസ് നിർമ്മാണം നടക്കുന്നത്, അല്ല. ഗ്ലൂക്കോസ് നിർമ്മാണം എവിടെയാണ് നടക്കുന്നത്, ഡാർക്ക് ഫേസിലാണ് നടക്കുന്നത്, ഇരുണ്ട ഘട്ടത്തിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണ് ആൻസർ അതിന്റെ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആർ ദ ലങ്സ് ഓഫ് ദ എർത്ത്. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് മേക്ക് എ നോട്ട്. സസ്യങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ. ഈ പ്രസ്താവനയുടെ സാങ്കത്യം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇതിലെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് ഒരുപാടധികം ഗുണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറയേണ്ടത്. നമുക്കറിയാം പ്ലാന്റ്സും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് റെസ്പയർ ചെയ്യാനൊക്കെ പറ്റുന്നത്, അല്ലെ? ഇപ്പൊ പ്ലാന്റ്സ് പുറത്തു വിടുന്ന ഓക്സിജൻ ആണ് നമ്മൾ എന്ത് ചെയ്ത് റെസ്പയർഡ് എയർ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് കളയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്ലാന്റ്സ് ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ്. Plants provide more than just food and oxygen. Evaluate the statement and justify your opinion. സസ്യങ്ങളിൽ നിന്ന് ആഹാരവും ഓക്സിജനും മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. പ്രസ്താവന വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഫുഡ് തരുന്നുണ്ട് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഓക്സിജൻ തരുന്നുണ്ട്. ഇത് മാത്രമല്ല പ്ലാന്റ്സ് തരുന്നത്, പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് ഒരുപാടധികം ഗുണങ്ങളുണ്ട്. അതാണ് ഇക്കോണമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്. നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭം പ്ലാന്റ്സ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ? നെക്സ്റ്റ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, പരിസ്ഥിതി പ്രാധാന്യം. ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റിന്റെ 22ാമത്തെ പേജിനകത്ത് ഇത് ഇക്കോണമിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാടധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പ്ലാന്റ്സ് നമുക്ക് ഓക്സിജൻ മാത്രമല്ല തരുന്നത്. ഇപ്പൊ റബ്ബറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബറിൽ നിന്ന് എന്ത് കിട്ടും, റബ്ബർ പാല് കിട്ടും. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കാപ്പി, തേയില, ടീ. അപ്പോ ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്ലാന്റ്സിനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് ഒരുപാടധികം ഗുണങ്ങൾ നമുക്കുണ്ട്. മണ്ണൊലിപ്പ് തടയും, അതുപോലെ തന്നെ ഒരുപാടധികം ഡൈവേഴ്സിറ്റി കാത്തു സൂക്ഷിക്കും.
അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു മാൻഗ്രൂവ്സ്. അപ്പൊ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാൻഗ്രൂവ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് പറയാം. മാൻഗ്രൂവ്സ് ഉള്ളത് കൊണ്ട് ഈ നദിയും അതുപോലെ തന്നെ കടലും കായലും ചേരുന്ന സ്ഥലത്താണ് സാധാരണ ഈ മാൻഗ്രൂവ്സ് അല്ലെങ്കിൽ കണ്ടൽ കാടുകളൊക്കെ ഒരുപാട് അധികം കാണാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒരുപാടധികം മത്സ്യസമ്പത്ത് സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു കണ്ടൽക്കാടുകൾ. അതുപോലെ തന്നെ സുനാമീനെ എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് പ്ലാന്റ്സ് നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് അല്ലാതെ എക്സ്ട്രാ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആലോചിച്ച് നല്ല കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ഒരു ഫ്രീ ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇക്കോണമിക് ഇമ്പോർട്ടൻസ് അതിനെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും നല്ല കൃത്യമായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസസ് ഡു മാംഗ്രോവ്സ് പ്രൊവൈഡ് ടു ദ എൻവയോൺമെന്റ്? ഓക്കെ, കണ്ടൽ കാടുകൾ പരിസ്ഥിതിക്ക് നൽകുന്ന സേവനങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഓക്കെ, സോഴ്സ് ഓഫ് ദ ഫിഷ് സ്റ്റോക്സ്, മത്സ്യസമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ കോസ്റ്റൽ സോയിൽ കൺസർവേഷൻ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് സുനാമി വരാതെ നോക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. അപ്പൊ നമുക്കറിയാം ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഇതൊക്കെ നമുക്ക് കണ്ടൽക്കാട് ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഫ്രീ ഹിറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ടോപ്പിക് പ്ലാന്റ്സ് ആർ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ദ ബയോസ്ഫിയർ. സസ്യങ്ങൾ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാന്റ്സിന്റെ ഈ പറഞ്ഞ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്, സുനാമി തടയുന്നു, അതുപോലെ തന്നെ ഒരുപാടധികം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വയനാട് നടന്ന ഒരു കലാമിറ്റി, ഒരു ഉരുൾപൊട്ടലെ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം ഡിസാസ്റ്റർ ദുരന്തങ്ങൾ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. അപ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ച് ടഫ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സിലബസ് മാറിയിട്ടുള്ളതാണ്, എന്നാലും പേടിക്കാനൊന്നുമില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തു വരാതെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഈ ഒരു രീതിയിൽ ഇപ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, പഠിച്ചത് അങ്ങനെ എഴുതി വെക്കാന്നുള്ളതിനേക്കാൾ ഒരുപാടധികം പുറത്തേക്ക് ചിന്തിച്ചിട്ട്, പഠിച്ചതിന് അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് അറിയാനുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 2 ലൈഫ്സ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഷിതു മിസ് ആയിരിക്കും. അപ്പോൾ ഷിതു മിസ് നല്ല അടിപൊളിയായിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നെല്ലാവരും ഈ ഫസ്റ്റത്തെ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം.